കൊല്ലങ്കോട് കേരളത്തിന്റെ കഴിഞ്ഞ പതിറ്റാണ്ടുകളെ കാത്തുസൂക്ഷിക്കുന്ന ഗ്രാമഭംഗി. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിലൊന്നായി തിരഞ്ഞെടുത്ത കൊച്ചു ഗ്രാമം. കൊല്ലങ്കോടിന്റെ ഹൃദയഭാഗമായ താമരപ്പാടവും ചെല്ലൻചേട്ടന്റെ ചായക്കടയും നിരവധി സിനിമകളിലൂടെ പ്രസിദ്ധമായ ചിങ്ങഞ്ചിറ ക്ഷേത്രവും പണ്ടുകാലത്ത് നെല്ല് സൂക്ഷിച്ചിരുന്ന പെരിങ്ങേട്ടുശ്ശേരി കളവും കുടിലിടവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് ഈ എപ്പിസോഡിൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. ഞങ്ങൾ തലേദിവസം തന്നെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവെ വീക്കെൻഡ്സിലൊക്കെ പാലക്കാട്, കൊല്ലങ്കോട് ഭാഗങ്ങളിലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് അധികം തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് മാക്സിമം രാവിലെ തന്നെ കൊല്ലങ്കോടിൻ്റെ പുലർക്കാല ദൃശ്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയാണ് നമ്മൾ തലേദിവസം തന്നെ യാത്ര തുടങ്ങിയത്. ഇപ്പം വെളുപ്പിനെ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊല്ലങ്കോട് ഉള്ള താമരപ്പാടം എന്നൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് നേരത്തെ വന്നുകൊണ്ട് ഇവിടെ കണ്ടൊരു പഴയ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നേരം പോലും വെളുത്തിട്ടില്ലെങ്കിലും ചായക്കടയിൽ എന്തായാലും നല്ല തിരക്കാണ്. ഈ കാണുന്ന ചായക്കട ഇരിക്കുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് ഈ റൈറ്റിലേക്ക് കാണുന്ന വഴിയാണ് നമുക്ക് ചിങ്ങഞ്ചിറയും സീതാർകുണ്ട് വെള്ളച്ചാട്ടവും അതുപോലെ നമ്മുടെ താമരപ്പാടമൊക്കെ പോകേണ്ടത്. ഏതായാലും നേരം വെളുത്ത് വരുവാണ്. ഈ സൂര്യോദയ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ തലേദിവസം തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലങ്കോടിൻ്റെ ഏറ്റവും മെയിൻ സ്പോട്ടായിട്ടുള്ള താമരപ്പാടം എന്ന ഗ്രാമത്തിലാണ്. കളേഴ്സ് ഓഫ് ഭാരത് എന്ന സോഷ്യൽ മീഡിയ പേജ് ഒരു സർവേ നടത്തിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിലൊന്നായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ പാലക്കാടുള്ള കൊല്ലങ്കോടിനെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ താമരപ്പാടം എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമമായിരിക്കും. ഇവിടെ എവിടെ നോക്കിയാലും നോക്കത്താ ദൂരത്തോളം പച്ച പിരിച്ച പാടങ്ങളാണ്. പൊതുവെ പാലക്കാടൻ ഗ്രാമങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ആണെങ്കിലും കൊല്ലങ്കോടിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. ഈ ഒരു സ്ഥലത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ്. നോക്കത്താ ദൂരത്തോളം പച്ച വിരിച്ച പാടങ്ങളും അതിനു ചുറ്റും നിൽക്കുന്ന കരിമ്പനകളും പഴയ ചെറിയ വീടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ സങ്കല്പത്തിലുള്ള ആ പഴയ കേരളം അതേപോലെ ഇപ്പോഴും ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഈ പുറകിൽ കാണുന്ന മലകളൊക്കെ പാലക്കാട്ടെ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ നെല്ലിയാമ്പതിയുടെ ഭാഗങ്ങളാണ്. പച്ചയായ ഗ്രാമീണ ഭംഗിയും നിഷ്കളങ്കരായ മനുഷ്യരുമൊക്കെ ഇന്ന് അന്യം നിന്നു പോകുന്ന കാഴ്ചകളാണ്. ആ പഴയകാല കാഴ്ചകളൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും അതിമനോഹരമായ ഫ്രെയിമുകളാണ്. നമുക്ക് ക്യാമറ താഴെ വെക്കാൻ പോലും തോന്നത്തില്ല. ഈ കാണുന്ന ഈ ഒരു മരം ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. ഇതിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകാത്ത ഒരാൾക്കാർ പോലും കാണില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വരയ്ക്കുന്ന ചിത്രങ്ങൾ പോലെ ഒരു പാടവും അതിന് നടുക്കൊരു കൊച്ചു വീടും അതിന് ചുറ്റുമുള്ള മലനിരകളും ഒക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമം. അങ്ങനെ ഒരു കാഴ്ച കാണുവാനായി കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ കൊല്ലങ്കോട്ടേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തത്. ഏതായാലും ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നെല്ലൊക്കെ വിളഞ്ഞ് ഏകദേശം കൊയ്ത്തിനോട് അടുക്കാറായ ഒരു സമയമാണ്. ഇതിലേ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ടൈം ട്രാവലൊക്കെ ചെയ്ത് ഒരു 10-20 വർഷം പുറകോട്ട് വന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ വികസനങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു സ്ഥലത്തിന് മാത്രം ഇപ്പോഴും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വികസനങ്ങളുടെ പുറകെ ഒന്നും പോകാത്തതുകൊണ്ടായിരിക്കും ഇന്നും ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ഇതേപോലെ നിലനിൽക്കുന്നത്. ഞങ്ങളിവിടെ വന്നത് 2ാം ശനിയും ഞായറും കൂട്ടിയുള്ളൊരു ദിവസമായിരുന്നു. സാധാരണഗതിയിൽ വീക്കെൻഡ്സിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ കൊല്ലങ്കോടിലുണ്ടായ റീച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വലുതാണ്. ആ ഒരു സമയത്ത് ഇവിടുത്തെ റോഡുകളിലുണ്ടായ ബ്ലോക്കും നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മൾ പല വീഡിയോകളിലും കണ്ടതാണ്. പക്ഷേ ഏതായാലും ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഞായറാഴ്ച ആയിട്ട് കൂടി ഇവിടെ ശകലം പോലും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അധികം ആൾക്കാരൊന്നും ഉൾപ്പെടാതെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി അതേപോലെ പകർത്തുവാൻ ഞങ്ങൾക്ക് പറ്റി. കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് ജലസേചന പദ്ധതികൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് പോലും ഇത്ര സമൃദ്ധമായിട്ട് ഈ സമയത്തൊക്കെ ഇവിടെ വെള്ളം കിട്ടുന്നത്. ഒരു 2-3 പതിറ്റാണ്ട് മുമ്പുള്ള കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി അതേപോലെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്.
ഇവിടെ എല്ലായ്പ്പോഴും ഈ പച്ചപ്പ് കാണാൻ പറ്റില്ല. ഒരു നവംബർ, ഡിസംബർ, മാക്സിമം പോയ ഒരു ഫെബ്രുവരി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ പച്ച നിറഞ്ഞ് നിൽക്കുകയുള്ളൂ. അതിനുശേഷം കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര ഭംഗിയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ കാണുന്നൊരു ചെറിയ വഴി മാത്രമേ ഉള്ളൂ ഈ ഗ്രാമത്തിലേക്ക് വരാനായിട്ട്. ഈ വഴിയിലൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ട് ബ്ലോക്കായിട്ട് അനങ്ങാൻ പോലും മേലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കേരളത്തിലെ മറ്റ് ജില്ലകളൊക്കെ കൃഷിയിലേക്ക് പിന്നോക്കം പോയപ്പോഴും ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുത്തപ്പോഴും പാലക്കാട് ഇപ്പോഴും അതേപോലെ തന്നെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുകയും കേരളത്തിൻ്റെ നെല്ലുൽപാദനത്തിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്യുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലയാണ് നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും നെല്ലിയാമ്പതി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളിലേക്ക് ഒരു ഏരിയൽ വ്യൂ കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ദൃശ്യഭംഗി ക്യാപ്ചർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സാധാരണ കൃഷിക്കാരെ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്നാൽ വിളവെടുപ്പിൻ്റെ സമയമായതുകൊണ്ടായിരിക്കാം ഇവിടെ കർഷകരെ ഒന്നും കാണാൻ പറ്റാത്തത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണെങ്കിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പാടങ്ങൾക്ക് ചുറ്റുമുള്ള ഈ കാണുന്ന കരിമ്പനകൾ. നിങ്ങൾ ഈ ഒരു വീട് കണ്ടോ? ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ ഒരുപാട് വൈറലായ ഒരു വീടാണിത്. വെറും സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ താമസിക്കുന്ന ഇതുപോലത്തെ കൊച്ചു വീടുകൾ ഇവിടെ ഒരുപാടുണ്ട്. മുറ്റത്ത് കയറി ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ഞങ്ങൾ അനുവാദം ചോദിച്ചപ്പോൾ ഞങ്ങളെ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ അവർ സ്വാഗതം ചെയ്തു. താമരപ്പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഏകദേശം ഒരു 9:30 കൂടി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഏറ്റവും വൈറലായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. ആ മുന്നിൽ കാണുന്നതാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. ഇത്രയും പഴക്കം ചെന്നിട്ടുള്ള ഒരു ചായക്കട വേറെ ഒരെണ്ണം നമ്മുടെ നാട്ടിൽ കാണുമോ എന്ന് തന്നെ സംശയമാണ്. ഈ കാണുന്ന ഫ്രെയിമിൽ നിന്ന് ആ വണ്ടികളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-40 വർഷം പുറകിലോട്ട് പോയ ഒരു ഫീലാണ്. ഏകദേശം 60 വർഷം പഴക്കമുള്ള ഈ ചായക്കട ഇന്നും വർഷാവർഷം ഓലയൊക്കെ പൊളിച്ചു മേഞ്ഞ് ആ പഴമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഒരിക്കലും സുരേഷ് ഗോപി ഇതുവഴി വന്നപ്പോൾ ചെല്ലൻ ചേട്ടനോട് പുതിയൊരു ചായക്കട നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്രേ. എന്നാൽ ചെല്ലൻ ചേട്ടന് അതിനോട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ ഏതായാലും ഒന്ന് കുനിഞ്ഞ് കുമ്പിട്ടൊക്കെ വേണം വരുവാൻ. ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി ചായ അടിക്കാരൻ ചെല്ലൻ ചേട്ടൻ. ആൾക്ക് നല്ല പ്രായമൊക്കെ ഉണ്ടെങ്കിലും നല്ല ഉഷാറായിട്ടാണ് ഇപ്പോഴും ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ചായ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ട്. ഈ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകണം എന്നുള്ള പ്ലാനിലാണ് വന്നതെങ്കിലും ഇവിടെ നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാനൊക്കെ മാറ്റിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ചിങ്ങഞ്ചിറ എന്ന ക്ഷേത്രത്തിലേക്കാണ്. ഈ വലത്തേക്ക് കാണുന്ന ഈ വഴിയാണ് നമുക്ക് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും പണ്ടുകാലത്ത് നെല്ലും കൃഷി സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്ന പെരിങ്ങോട്ടുശ്ശേരി കളവും കുടിലിടവും ഒക്കെ ഉൾപ്പെടുന്ന വീഡിയോ ആണ് അടുത്ത എപ്പിസോഡിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ട്രാവൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.